സ്റ്റാർട്ട് ചെയ്യാം കോശി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻ ജസ് മാത്യു അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ തെലങ്കാന മിഷന്റെ മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്നു. വളരെ സ്നേഹത്തോട് ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കുടുംബത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ആരാധന സംബന്ധിക്കുന്ന ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനായിരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കുറവുള്ളതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ക്രമീകരണം ചെയ്യുന്നത്. എങ്കിലും ഞാനും ആരാധനയിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാനും കരുതുവാനും വലിയവനായ ദൈവം ശക്തിയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടെ ഞങ്ങൾ ഒരുക്കുന്ന വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ജസ് മാത്യു അച്ഛനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെയോടെ അനുഗ്രഹിക്കണമേ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയോടെ അനുഗ്രഹിക്കണമേ. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയ മക്കളെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആ ദിവസാനം അവിടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് കാലത്തെ ആരാധനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. രണ്ടാമത്തെ ആരാധനക്രമം നമുക്കിപ്പോൾ ഉപയോഗിക്കാം. ആദ്യമായിട്ട് ജ്ഞാന കീർത്തനങ്ങളിൽ നിന്ന് ഗീതങ്ങളിൽ നിന്ന് 343 ഗീതം പാടാം. 343 ലിറിക് 343. Oh
പകലോർത്തു നിന്നോടണഞ്ഞു പകലോർത്തു നിന്നോടണഞ്ഞു ലോകയുഗങ്ങളെ തള്ളിടുവാൻ നീ കൃപ ചെയ്തതിനാം പ്രതിമേ നീ കൃപ ചെയ്തതിനാം പ്രതിമേ യേശു മഹോന്നതനേ നിനക്കു സ്തോത്രമുണ്ടാക എന്നേക്കും ആമേൻ സ്തോത്രമുണ്ടാക എന്നേക്കും ആമേൻ. അച്ഛൻ മ്യൂട്ടഡ് ആണ്. അച്ഛൻ മ്യൂട്ട്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. എന്നാൽ ഞങ്ങൾ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലും തെളിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കൊണ്ടും വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകന്റെ പേരിൽ നിന്ന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകളെ മടക്കി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെ വരുന്ന ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ ഞങ്ങളുടെ സ്വന്തം വിചാരങ്ങളെ നടന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ അനുസരിക്കുന്നു. ഞങ്ങൾ കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യവുമില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്ഷമിക്കണമേ. യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണം. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുഖത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങളെ കൊണ്ട് ബന്ധിക്കിട്ടിടാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയുടെ കൂടെ കനുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവൻ. കർത്താവിൻ നാമം സ്തുതിക്കപ്പെടട്ടെ. നമുക്ക് ഈ സമയത്ത് 95-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതി വാക്യായിട്ട് നമുക്ക് ചൊല്ലാം. 95-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതി വാക്യായിട്ട് ഈ സമയത്ത് ചൊല്ലാം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്ധിയിൽ ചൊല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം Psalms 47. Clap your hands for joy, all people. Praise God with loud songs. The Lord, the Most High, is to be feared. He is a great King, ruling over all the world. He gave us victory over the people. He made us rule over the nations. He chose us for the land where we live, the proud possession of his people, whom he loves. God goes up to his throne. There are shouts of joy and blasts of trumpets as the Lord goes up. Sing praise to God. Sing praise to our King. God is King over all the world. Praise him with songs. God sits on a sacred throne. He rules over the nation. The rulers of the nation assemble with the people of the God of Abraham. More powerful than all the armies is he. He rules supreme. Thanks be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ഒന്നാം പാഠം വായിച്ചേ. The first lesson for today morning is taken from the book of Ezekiel, chapter 34, verses 25 to 31. Ezekiel, chapter 34, verses 25 to 31. I will make a covenant of peace with them and cause wild beasts to cease from the land.
and they will dwell safely in the wilderness and sleep in the woods. I will make them and the places all around my hill a blessing, and I will cause showers to come down in their season. There shall be showers of blessing. Then the trees of the field shall yield their fruit, and the earth shall yield her increase. They shall be safe in their land, and they shall know that I am the Lord, when I have broken the bands of their yoke and delivered them from the hand of those who enslaved them. And they shall no longer be a prey for the nations, nor shall beasts of the land devour them, but they shall dwell safely, and no one shall make them afraid. I will raise up for them a garden of renown, and they shall no longer be consumed with hunger in the land, nor bear the shame of the Gentiles anymore. Thus they shall know that I, the Lord their God, am with them, and they, the house of Israel, are my people, says the Lord God. You are my flock, the flock of my pasture. You are men, and I am your God, says the Lord God. Here ends the first lesson. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമുക്ക് സക്രിയാവിന്റെ പാട്ട് വാക്യപ്രതിവാക്യായിട്ട് ചൊല്ലാം. സക്രിയാവിന്റെ പാട്ട് നമുക്കിപ്പോൾ വാക്യപ്രതിവാക്യായിട്ട് ചൊല്ലാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലെ അത്യുന്നതന പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ രണ്ടാമത്തെ പാഠം വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 1-10. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം.
കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇപ്പോൾ നമുക്ക് ചേർന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ പ്രഭാവമൗത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവസമവും നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്യനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ നീ മഹത്വത്തിന്റെ രാജാവാകുന്നു, നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ബലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തരായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടി എണ്ണിക്കൊള്ളണമേ. കർത്താവേ നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചെന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരളണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങൾ നിങ്ങളിൽ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം മുതൽ ആരംഭിക്കുന്നു. Hear the word of God as it is written in the Gospel according to Saint John chapter 20 verses beginning from 19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ജ്ഞാന കീർത്തനങ്ങളിൽ നിന്ന് 140-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 140.
ഏറ്റവും മഹാനാ എത്രയും ഭയങ്കരനാം ഈ മുഴുവനും ആത്മാവില്ലാ സ്നേഹം എന്നറിഞ്ഞു ഞാൻ സന്തോഷിച്ചിടുന്നു സർവാത്മനാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാരനായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ നിങ്ങളുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനൊരു അവസരം നൽകി. ഹൈദരാബാദ് ചർച്ചിന്റെ CSI മലയാളം കോൺഗ്രിഗേഷന്റെ ആരാധനയില് ഹൈദരാബാദിൽ വരാതെ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. കോവിഡ് കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നാശത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകളാണ് കൂടുതൽ പറയാനായിട്ടുള്ളത്. The COVID pandemic has brought losses, changes, destructive changes in the lives of many. എന്നാൽ കോവിഡ് കാലഘട്ടത്തിന്റെ നന്മകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, if it is possible to list out some of the benefits or some of the things that are positive in this time of despair, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കും, നമുക്ക് ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പോവാനായിട്ട് സാധിക്കാത്ത പല ഇടങ്ങളിൽ ഈ സമയത്ത് ആരാധനയിലും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലും നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാകും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവം സ്ഥാപിച്ച the first institution that was set by God, the family. കുടുംബം എന്ന് പറയുന്ന ആ സ്ഥാപനം, അതിന്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇതിനു മുൻപ് വരെ പലയിടങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടും പലയിടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മളോട് ഗവൺമെന്റ് പറയുന്നു, നിങ്ങൾ വീട്ടിലായിരിക്കണം. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 6 മണിക്ക് തന്നെ ഇവിടെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ കൂടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ ഒഫീഷ്യൽസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഭവനങ്ങളിലായിരിക്കണം, നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മാസ്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് നിങ്ങൾ ഇറങ്ങാവൂ എന്ന് ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കും, ഈ ഗവൺമെന്റ് നമ്മുടെ അവസ്ഥകൾ അറിയുന്നില്ല. എന്നാലും നമ്മൾ മറന്നു പോവാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യം, വലിയൊരു സത്യമാണ് ഇവിടെ നമ്മളെ അറിയിക്കുന്നത്. ദ ഫാമിലി, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഭവനങ്ങളിൽ നിന്ന് വേല ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാലം there are things that we took for granted. ഈ കാലം വരെ ചിലതൊക്കെ നമ്മൾ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് എന്ന് വിശ്വസിച്ച ചില കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ യഥാർത്ഥമായി അറിയുന്നു, അതിന്റെ കഷ്ടപ്പാടുകൾ അറിയുന്നു, അതിന്റെ ലിമിറ്റേഷൻസ് അറിയുന്നു, നമ്മുടെ എത്രമാത്രം നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നാം അറിയുന്നു, മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ കാര്യവും ഇന്ന് ഹൗസ് മെയ്ഡ്സോ ക്ലീനേഴ്സോ സ്വീപ്പേഴ്സോ നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ ബോംബെയിലായിരുന്ന കാലഘട്ടത്തില് ബോംബെ സ്തംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ വർഷം. സകലതും നിന്നുപോയി. ബോംബെയുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ട്രെയിൻസ് ആണ്, അത് നിന്നുപോയി.
മറ്റൊരു the backbone of the Bombay family is the maid, housemaid. ആ മെയ്ഡ്സ് ഈ നമ്മളെ സഹായിക്കുന്ന കുടുംബാംഗങ്ങളെ സഹായിക്കുന്ന മെയ്ഡ്സിന് കടന്നു വരുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ we took many things for granted. We thought the money could handle it, or we thought some of the facilities we took it for granted. എന്നാൽ ദൈവം വളരെ വ്യത്യസ്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു the gift that God has given us. First and foremost, the gift of family. It is the gift of family that God instituted himself in the Garden of Eden. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡെസ്പയറോടെ, നിരാശയോടെ കൂടെ നമുക്ക് നോക്കുവാനായിട്ട് പലതും മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, കുടുംബത്തിന്റെ പ്രാധാന്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. There are some things that are absolutely important in life, and one of them is family. അതുകൊണ്ട് ഈ മുഖവര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം Christ's invitation to be an expression of mission. ക്രിസ്തുവിന്റെ ആഹ്വാനം ദൈവത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളിയാകുവാനായിട്ടുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം. Christ's invitation to be an expression of mission. മലയാളത്തിൽ ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മിഷന് ദൗത്യത്തിന്റെ പ്രകടനം ആകുവാനായിട്ടുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, why do we need to be an expression of Christ's mission or of God's mission? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സെമിനാരിയിലായിരുന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു വാക്കാണ് മിസ്സിയോ ഡേ. അതിന്റെ അർത്ഥം ലാറ്റിൻ ഭാഷയാണ്. അതിന്റെ അർത്ഥം മിഷൻ ഓഫ് ഗോഡ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, മിഷൻ ഇസ് ഓൾവേസ് എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്സ് വർക്ക്. അത് നമ്മുടെ മിഷൻ അല്ല, ഒരു സഭയുടെ മിഷൻ അല്ല, ഒരു ദേശത്തിന്റെ മിഷൻ അല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മിഷൻ ആകുന്നു. We are only partakers, or we are only members of this great mission. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ മിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മിഷന്റെ ഒരു പ്രകടനം ആകുക, ടു ബി an expression of mission എന്ന് പറയുമ്പോൾ എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ, വളരെ ബ്രീഫായിട്ട് ചില നിമിഷങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായം, in the Gospel according to Saint John chapter 20, 19-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യേശു എഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന സംഭവം. യേശു ക്രൂശിലേക്ക് കയറുന്ന മുൻപ് തന്നെ, കഷ്ടാനുഭവ ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ശിഷ്യന്മാരോട് അറിയിച്ചൊരു കാര്യമാണ്, യേശു ക്രൂശിക്കപ്പെടും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഇതൊന്നും മനസ്സിലാകുവാനായിട്ട് സാധിക്കാതെ, ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ദ ഡിസൈപ്പിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു ഗ്രാസ്പ് വാട്ട് ജീസസ് വാസ് ടെല്ലിംഗ് ദം. ബട്ട് ഇൻ വേഴ്സ് 19 we see that, ഇവിടെ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, so when it was evening on that day, the first day of the week, and when the doors were shut where the disciples were for fear of the Jews, Jesus came and stood in their midst and said to them, peace be with you. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥ, ഭയത്തിന്റെ അവസ്ഥ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടം ഒട്ടും വ്യത്യാസമുള്ള ഒരു സിറ്റുവേഷൻ അല്ല. The situation of fear, where fear is overcoming people. ഇവിടെ നമ്മൾ കാണുന്നത്, ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നു. യേശുവിന്റെ അത്ഭുതങ്ങളെ കണ്ടു, യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു, യേശുവിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടു, യേശുവിന്റെ കൂടെ നടന്ന് നല്ല കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അവരും ചെയ്ത ആ ഒരു അവസ്ഥയിൽ അവര് ഈ സമയത്ത് ഭയത്തിന്റെ അവസ്ഥ. ഭയം എന്താണെന്ന് ചോദിക്കുമ്പോൾ, യഹൂദന്മാര് ഭയന്ന് മുറിയിലുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ. യേശു അവിടെ വന്ന് അവരെ വഴക്ക് പറയുന്നില്ല.
യേശു അവരോട് പറയുന്ന വാക്ക്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ഇന്നും കർത്താവ് നമ്മളോട് പറയുന്ന വാക്ക് ഇത് തന്നെയാകും, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. കാരണം ചുറ്റും നമ്മൾ നോക്കിക്കേ, നമ്മുടെ കൈവിട്ടുപോയ ഒരു സിറ്റുവേഷൻ ആണെന്ന് ചിലവർ പറയും. കഴിഞ്ഞ വർഷം നാം ചിന്തിച്ചു നോക്കുമ്പോൾ കേരളത്തില് ഒരു കേസ്, 2 കേസ്, അല്ലെങ്കിൽ കയ്യിൽ എണ്ണാവുന്ന കേസുകൾ അവരെ കൃത്യമായിട്ട് അവരെ അനലൈസ് ചെയ്ത് അവരെ ഐസൊലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ദേശം ഇന്ന് the land of Kerala has lost control over COVID. ഇന്ന് ലോക്ക്ഡൌൺ ആണ് കേരളത്തിൽ. ഇന്ന് മനുഷ്യന് പലതും അവന്റെ കയ്യിലാണ്, അവന്റെ കൺട്രോൾ ആണ് എന്ന് അവൻ വിശ്വസിച്ച പല കാര്യങ്ങള് അവന്റെ കയ്യിലല്ല എന്ന് മനസ്സിലാക്കുന്നു. It is gone out of control because the COVID pandemic has been ravaging our country. It has been ravaging the world all over, and medical or health or the health services are unable to help the people at this moment. Anegara, many who have done the good service, many who have volunteered, many of the doctors and the nurses who have risked their lives are helpless at this moment due to many reasons, due to the lack of oxygen or due to lack of facilities or due to certain bureaucracy, whatever may be. ഏത് കാരണമായാലും many of those men and women who have been a good Samaritan regardless of faith, ഞാനത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, മതവും വിശ്വാസത്തിനപ്പുറം നല്ല സേവ ചെയ്തവര്, they were good men and women. At this moment they are helpless. അതുകൊണ്ട് കോവിഡ് കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, the fear that the disciples went through, that is real. ഇന്ന് നമ്മള് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഭയത്തിന്റെയും അല്ലെങ്കിൽ അൺസർട്ടനിറ്റിയുടെ ഒരു കാലഘട്ടത്തിലാകും. ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു വിശ്വാസിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും? ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, സമാധാനം, പീസ് ബി വിത്ത് യു, ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ദ പ്രസൻസ് ഓഫ് ജീസസ് ഇൻ ദിയർ ലൈവ്സ്. നമ്മളും ചിന്തിച്ചു നോക്കണേ, ആ ഒരു സമയത്ത് ഡേഞ്ചർ മാറുന്നില്ല, അപകടം മാറുന്നില്ല. യഹൂദന്മാരെ ഇവരെ ആ നിമിഷം വരെ അവരെ പിടിക്കുവാനായിട്ട് കട്ടായി പോയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, ദ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർക്ക് ഒരു പുതിയ ഒരു വിഷൻ അവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. They receive the strength from above. യേശു അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന അവസ്ഥ. Receive the Holy Spirit എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുന്ന ആ ഒരു സിറ്റുവേഷൻ. യേശു കർത്താവിന്റെ സാന്നിധ്യം അവരെ സ്ട്രെങ്തൻ ചെയ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കൂട്ടായ്മകള്, നമ്മുടെ ഞായറാഴ്ചത്തെ ആരാധനകൾ ഈ ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട്, ഈ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട്, ഈ ക്രിസ്തുവിനെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വി ആർ സ്ട്രെങ്തൻഡ് ബൈ ഹിസ് പ്രസൻസ്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ നമ്മൾ ബലപ്പെട്ട് അവന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ശക്തി നൽകുന്നു. അതുകൊണ്ട്
ഈ ഒരു ഭാഗത്തിൽ നിന്ന് യേശു കർത്താവ് ആ ഒരു അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യമാണ് അവരോട് പറയുന്നത്, ശിഷ്യന്മാരോട്, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സമാധാനമാകുന്നു. രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ശിഷ്യന്മാരോട് യേശു കർത്താവ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയും. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. Just as the Father has sent me, so also I send you. To be an expression of mission. ഇവിടെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ഞാൻ ഇവിടെ മുഗലപ്പള്ളി ദേശത്തായിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം ഈ ദേശത്ത് ഞങ്ങൾ കുടുംബമായി അനുഭവിച്ചു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഈ ദേശത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ മലയാളികള് ആരും തന്നെ ഇല്ല, മറ്റേ പല സൗകര്യങ്ങള് ഞങ്ങൾക്ക് ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ സ്പോൺസർഷിപ്പ്, അനേകരുടെ എൻകറേജ്മെന്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. എന്നാൽ നാം ഒന്ന് ഓർക്കണേ, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡോക്ടർ ഇല്ല. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് ഒരു ഹൈന്ദവ ഡോക്ടറാണ്. ഹിന്ദു ഡോക്ടർ വാസ് വർക്കിംഗ് ഇൻ അവർ ഹോമിയോപ്പത്തിക് മിഷൻ. ഹി ഹാസ് ഗോൺ ഹോം ഫോർ ദ വെക്കേഷൻ ആൻഡ് ഗോഡ് വില്ലിംഗ് ഹി ഷുഡ് ബി കമ്മിങ് നെക്സ്റ്റ് മന്ത്, ബട്ട് അറ്റ് ദ പ്രസന്റ് സിറ്റുവേഷൻ വി ഡോണ്ട് നോ. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് CSI മിഷന് വേണ്ടി സേവ ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, മിഷൻ വർക്ക് ചെയ്യുവാനായിട്ട് ഇന്ന് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹൈന്ദവ മിഷൻ ഡോക്ടറിനെയാണ്. ലെറ്റ് മീ ആസ്ക് യു, whose responsibility is to do the mission? ഇന്ന് ഞങ്ങൾ 3 മിഷൻ ഈ ദേശത്തുണ്ട്. പറക്കാൽ മിഷന്, കാട്ടപ്പള്ളി മിഷന്, മുഗലപ്പള്ളി മിഷന്, തെലങ്കാന മിഷൻ. ഇന്ന് ഈ ഒരു ദേശത്ത്, ഈ മുഗലപ്പള്ളി ദേശത്ത് മാത്രമുള്ളൂ നമുക്ക് ഒരു ഡോക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത്. അതും ഈ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ല. ഡോക്ടർ പോയതിനു ശേഷം ഏകദേശം 10 പേഷ്യൻസ് വന്നു ചികിത്സയ്ക്ക് വേണ്ടി. വി വർ ഹെൽപ്ലെസ്, വി കുഡന്റ് ഹെൽപ്പ്. അവർക്ക് ഫസ്റ്റ് എയ്ഡ് പറഞ്ഞ് കൊടുത്തിട്ട് അവരെ വിടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, the call is still there. Jesus is sending his children, his disciples out to do mission even in this moment. Go, just as the Father has sent me, I am sending you. ഇത് വെറുതെ അല്ല അയക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അയക്കുന്ന ശിഷ്യന്മാരുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും, we have to be careful, the COVID pandemic is dangerous എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനേകര് they are putting their lives at risk and they are doing their work. Is it possible to lend a helping hand to them? അവരെ ഒന്ന് സഹായിക്കുവാനായിട്ട്, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇൻ സം വേ ഓർ ദി അതർ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, Christ's invitation to be an expression of mission is still real today. ക്രിസ്തു ഇന്നും ആഹ്വാനം ചെയ്യുന്നു ഈ മിഷന്റെ ഒരു ഭാഗവാക്കാവാനായിട്ട്. ലോകമെമ്പാടും നടത്തപ്പെടുന്ന മിഷനില് ഒരു പാർട്ട് ആവാനായിട്ട് ദൈവം ഇന്നും നമ്മളെ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ മെയ് മാസത്തിലെ ഈ 2ാം ഞായറാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് കൂടി വരുന്ന ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോഴും കുടുംബമായി ദൈവം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴും, in limitations, yes, definitely, but God has been gracious to us. നമ്മൾക്ക് അറിയാവുന്ന ചിലർക്കെങ്കിലും കോവിഡ് ബാധിച്ച് പ്രയാസത്തിലായിരിക്കുന്നു. എന്നാൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ വളരെ കഷ്ടപ്പാടിന്റെയും വളരെ കഷ്ടതയുടെ അവസ്ഥയിൽ കൂടെ പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. God has been gracious to us till this moment. ഞാൻ ദൈവത്തിന്റെ കരങ്ങളെ നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ മേൽ ആയിരിക്കുമാറാകട്ടെ. എന്നാൽ ദൈവം കർത്താവിന്റെ വാക്കുകൾ ഇന്നും നമ്മുടെ കാതിൽ മുഴങ്ങുന്നു. Go, just as the Father has sent me,
I am sending you. This is the mission of Christ, or the mission of God. പോവുക, അവന് വേണ്ടി വേല ചെയ്യുക, അവന്റെ മിനിസ്ട്രിയുടെ, അവന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗവാക്കുക. ബി എ പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. അതുകൊണ്ട് ഹൈദരാബാദ് ചർച്ചായിട്ട്, CSI മലയാളം കോൺഗ്രിഗേഷനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ മുൻനിരയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മുടെ നഴ്സസ്, ദ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ദ സോഷ്യൽ വർക്കേഴ്സ്, ദ പൊളിറ്റീഷ്യൻസ് who do not think of their personal risks, the police, the health personnel, all those men and women who put their personal interests aside and are ready to do the service. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടും ദൈവം നമ്മളെ എടുത്തുപയോഗിക്കട്ടെ. ദൈവത്തിന്റെ മിനിസ്ട്രി, ദൈവത്തിന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗവാക്കാവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങള്, സാന്നിധ്യം, സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവാം ദൈവത്തിന്റെ, പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാനം, മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവിന്റെ ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനോടെയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ പാപോചനത്തിലും ശരീരത്തെ നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ രാജ്യം വരണം. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് ക്ഷമിക്കണമേ. ഞങ്ങളെ കടത്താറ് ഞങ്ങളെ പഠിപ്പിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെ ആകുന്നല്ലോ. ആമേൻ. ഇന്നത്തേക്കിനുള്ള പ്രത്യേക അപേക്ഷ. The collect for this Sunday. God of care and compassion, we thank and praise you for the energy of the Holy Spirit breathed on the church to obey your commission to be in the mission of forgiveness and love. We thank you for extending such an invitation through your Son and our Savior Jesus Christ to be an expression of mission in ourselves and work with the Holy Spirit to establish justice and peace in and through the mission of God. Build us as living stones of your spiritual houses to be a holy priesthood in offering ourselves as spiritual sacrifices acceptable to you in Jesus Christ, who reigns with you and the Holy Spirit, one God, forever and ever. Amen. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ നമുക്കിപ്പോൾ ഉപയോഗിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്തിൽ ഇഷ്ടപ്പെടുന്നതിനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലമൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടും കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ.
ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിൽ അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലാം ഇപ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകൾ നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. മധ്യസ്ഥ ഈ സമയത്ത് നോട്ടീസ് നമുക്ക് വായിക്കാം. നോട്ടീസ്. അച്ഛൻ സന്തോഷ് അച്ഛൻ നേരെ പറയുവാണ്. നേരിട്ട് ഓക്കെ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ കേൾക്കാം. ദൈവനാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകർക്കും വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ തെലങ്കാന മിഷന്റെ മിഷണറിയായി പ്രവർത്തിക്കുന്ന റവറൻഡ് ജസ് മാത്യു അച്ഛനുള്ളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. വെല്ലൂർ മിഷണറി ആയിരിക്കുന്ന വിജു അച്ഛൻ നമ്മെ വിട്ട് നിത്യമായ സ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടു. അച്ഛൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ കമ്മിറ്റിക്കാരായിരിക്കുന്ന ബാബു മാത്യു അങ്കിളിൻ്റെ സഹധർമ്മിണി മിസ്സസ് ജെസ്സി ബാബു ഹോസ്പിറ്റൽ ക്ഷീണാവസ്ഥയിലാണ്, ശാരീരികമായ അസ്വസ്ഥയിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചർച്ച് കൺസ്ട്രക്ഷൻ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും എന്നോട് ചോദിച്ചു, അച്ഛാ ഇപ്പോൾ എങ്ങനെയാണ്? ഈ നാളിൽ പ്രാർത്ഥനയാലും സാമ്പത്തികമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവകൃപയാൽ ആഷ്ലി ജോൺ വർഗീസ് 1,00,000 രൂപയും ബ്രിഗേഡ് EJ ജോർജ് അങ്കിൾ 40,000 രൂപയും ലക്കി ഡ്രോ കൂപ്പൺ ഇനത്തിൽ പ്രൊഫസർ ചെറിബോ ലൂക്ക് അങ്കിൾ 10,000 രൂപയും നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഭാവിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രോമിസ് ഏറ്റിട്ടുള്ളവർ ദൈവകൃപയാൽ അത് നൽകിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും നമ്മുടെ ദേവാലയ പൂർത്തീകരണം അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും ധാരാളം ആൾക്കാർ പ്രോമിസിൻ്റെ ബാലൻസ് തുക നൽകാനുണ്ട്, അതോടൊപ്പം സഹകരിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ലാൻഡ് അയൽവക്കത്തുള്ളതായ മണിപ്പാസ്റ്റർ കഴിഞ്ഞ ദിവസം നിത്യമായ സ്വസ്ഥയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളെ വാക്കുകൊണ്ടൊക്കെയും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഭവനത്തെ ഓർത്തു പ്രാർത്ഥിക്കുക. അവിടെ വേല ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാം ഭംഗിയായി ഉചിതമായി നടക്കുവാൻ വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പലരും ചോദിച്ചതാണ് എത്രത്തോളം പണിയായി. അതുകൊണ്ട് ഞാൻ കോശിയോട് ആവശ്യപ്പെടുകയാണ്, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. ഭാവനാത്യങ്ങള് എടുത്ത വീഡിയോ അല്ലേ അത്? ഇത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മുടെ 2 റാമ്പ്
ഒരിടത്തെ സ്റ്റെപ്പ്, ഒരു സൈഡിലെ റാമ്പിൻ്റെ വാർക്ക കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മേലോട്ടുള്ള പള്ളിയുടെ മെയിൻ വീഡിയോ ആണ് ഞാൻ നമ്മുടെ റാമ്പ് വഴി ഇങ്ങനെ നമ്മളിങ്ങനെ മേളിലോട്ട് കയറി നമ്മുടെ പള്ളിയുടെ ഹോളിലേക്ക് ചെല്ലുന്ന ഒരു വഴിയാണിത്. ഇതാണ് നമ്മുടെ പള്ളിയുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പള്ളി എന്ന് പറയുന്ന ആ ഭാഗം. ഇവിടാണ് നമ്മുടെ പള്ളി. നമുക്ക് അതുവായും കാര്യങ്ങളെല്ലാം വന്ന് പള്ളി ഇതാണ്. ഇത് നമ്മുടെ പള്ളിയുടെ ബാൽക്കണിയിലേക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡിലും നടന്നുകൊണ്ടിരിക്കുന്നു. പില്ലർ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പള്ളിയുടെ റൂഫിൻ്റെ വർക്കാണ് നമുക്ക് നടക്കാനുള്ളത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പിൽ കാണുന്ന സ്റ്റേജ് നമ്മുടെ മധുവായിയുടെ ഇതിൻ്റെ മേളിലാണ് നമ്മുടെ പള്ളിയുടെ മധുവായെല്ലാം സെറ്റ് ക്രമീകരിക്കുന്നത്. അപ്പോൾ വളരെ ദൈവകൃപയാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ ചർച്ചിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മനോഹരമായി ചർച്ച് പണിത് തീർക്കുവാൻ കഴിയും. എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും ദൈവം അവിടുന്ന് മാറ്റി നമുക്ക് ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ലെഫ്റ്റ് സൈഡിലെ റാമ്പാണ്. ഒരു സൈഡിൽ സ്റ്റെപ്പും ഒരു സൈഡിൽ റാമ്പുമാണ് നമുക്കുള്ളത്. ഇതിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരും. ഇവിടെ നമ്മൾ സ്റ്റെപ്പില്ല. ഇത് നമുക്ക് ഒരു റാമ്പ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതുള്ളത്. ഇത് വന്ന് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കും. ലെഫ്റ്റ് സൈഡിൽ കൂടെ കാണുന്ന അതാണ് ഇത്. അതിനുശേഷം നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾക്ക് ഇതാണ് നമ്മുടെ പള്ളി, നമ്മുടെ ഹോളിലേക്കുള്ള നമ്മുടെ എൻട്രൻസ്. നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വെസ്റ്റ് 2 റൂംസ്, അതിൻ്റെ ഇഷ്ടിക ബ്രിക്സ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് റൂം, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് നമ്മുടെ ലിഫ്റ്റിൻ്റെ ഓപ്ഷനാണ്. നമ്മുടെ ലിഫ്റ്റ് വന്നിരിക്കുന്ന ഫേസ് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ഹോളിലേക്ക് പോവും. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ വെസ്റ്റ് റൂമാണിത്. റൂമിൻ്റെയും ബ്രിക്സ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീടുള്ളത് ഇതാണ് നമ്മുടെ ഹോള്. വളരെ വിശാലമായ ഒരു ഹോള്, നമുക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യത്തക്ക രീതിയിലാണിത് ഇപ്പോഴുള്ളത്. ഇതാണ് നമ്മുടെ ഹോള്. ഒരു മനോഹരമായ രീതിയിൽ ഒത്തിരി സ്ഥലത്ത് സൗകര്യങ്ങളോടുകൂടി വളരെ മനോഹരമായ രീതിയിൽ ചെയ്യുന്നു. പുറകിൽ കാണുന്നത് ഈ നീല കാണുമ്പോൾ ചിലപ്പം വെള്ളമോ തടാകമോ ആണെന്നൊക്കെ അത് വെള്ളമല്ല, അത് അപ്പുറത്തെ ഫ്ലോട്ടുകാർ നമുക്ക് അവർ വേറെ തിരിച്ചിരിക്കുന്ന ഷീറ്റാണത്. അപ്പുറത്തെ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ്സിനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ പള്ളിയുടെ വരാന്ത ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ പള്ളിക്കകത്തു നിന്നുള്ള വരാന്ത, ബാൽക്കണി, ഇത് വരാന്ത. ഇതിങ്ങനെ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ തന്നെ ഈ വരാന്തയുണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കയറി വരാനുള്ള റോഡാണത്. ആ റോഡിൽ കൂടെ നമ്മളിങ്ങനെ കയറി വന്ന് നമുക്ക് ഇതിലെ കൂടെ ഈ കാണുന്ന ഈ സ്ഥലത്തൂടെ പള്ളിക്കകത്തേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ സെല്ലാർ ഞാൻ താഴ്ത്തി കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ പള്ളിക്ക് ചുറ്റിലുമുള്ള ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ പള്ളിയുടെ സ്ഥലത്ത് നമുക്ക് പാർക്കിങ്ങിന് വരെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഹോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്.
ഇങ്ങനെ പോയി അതിനുശേഷം നമ്മുടെ ഹോളിൻ്റെ റൈറ്റ് സൈഡ് ഭാഗമാണിത്. ഇവിടെ ഈ കാണുന്ന ഇതാണ് നമ്മുടെ സെല്ലാറിലേക്ക് വണ്ടികൾ പോകാനുള്ള റോഡിൻ്റെ ഓപ്ഷനാണിത്. അതായത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വന്ന് ഈ കാണുന്ന റോഡിൽ കൂടെ ഇങ്ങനെ താഴെ വന്ന് ഇതിലൂടെ നമ്മൾ സെല്ലാറിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. തിരിച്ചും നമുക്ക് ഇതിലെ കൂടെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സെല്ലാറിലേക്ക് കയറാനായിട്ട് ഇത് നമ്മുടെ പള്ളിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ പക്ഷേ റൂമാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ പാനലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു സെറ്റപ്പാണ് റൂം. അതിനോടനുബന്ധിച്ച് വളരെ മനോഹരമായ രീതിയിൽ ദൈവം സഹായിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിച്ച് ദൈവം നമുക്കിതിൽ ആരാധിക്കാൻ തക്കവണ്ണമായിട്ടുള്ള അവസരം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഹോളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മേളിൽ നിന്നും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉള്ളൊരു വ്യൂ. നമുക്ക് ഇറങ്ങി വരുന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാകും. ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഈ ഇതിലേക്ക് മേളിലേക്ക് പോകാനുള്ള ഇത്. താഴെ കാണുന്ന ഭാഗത്തൂടെ വണ്ടി അകത്തേക്ക് കയറി പോകാനുള്ള വേ ആണ്. ഞാനിപ്പോൾ അതും കൂടെ കാണിക്കാം. ഇങ്ങനെ വന്ന് ഇത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് സെല്ലാറിലേക്കുള്ള എൻട്രൻസ് ആണ്. അല്പം ഇരുട്ടായത് കാരണം ക്ലിയർ ആകത്തില്ലായിരിക്കാം. ഇത് നമ്മൾ ബോറ്. ഇതാണ് നമ്മുടെ സെല്ലാറ്. ഇവിടെ മുതൽ നമ്മുടെ സെല്ലാറ് തുടങ്ങുകയാണ്. നമ്മൾക്ക് അനേകം 10-40 കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള സ്ഥലം നമുക്കിതിനകത്ത് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ച് ലിഫ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വരെയാണ് ലിഫ്റ്റിൻ്റെ ഓപ്ഷൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്കെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ മുമ്പേ കാണിച്ച സെല്ലാറിലേക്ക് പോകാനുള്ള ആ റോഡിൻ്റെ ഒരു ഓപ്ഷനാണിത്. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ കൂടെ വാഹനം നമ്മൾക്ക് ഈ റോഡിൽ കൂടെ ഇങ്ങനെ മേൽപോട്ട് പോവാം. അപ്പം വരുന്നവർ അതിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് വണ്ടി ഇങ്ങനെ സെല്ലാറിലേക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിനകത്ത്. ഇത് വലിയൊരു അനേകം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലം നമുക്കിതിനകത്തുണ്ട്. ഇത് നമ്മുടെ വളരെ മനോഹരമായൊരു സെല്ലാറാണ്. നമ്മുടെ ഇവിടെ ഹോള്. അതുപോലെ തന്നെ നമുക്ക് സെല്ലാറിൽ നിന്ന് അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഈ വഴി നമുക്ക് യൂസ് ചെയ്യാം. ഇതിലെ കൂടെ പോകുന്ന ഈ വഴിയാണ് നമ്മൾ നേരത്തെ കാണിച്ച മെയിൻ റോഡിലേക്കുള്ള ആ ഒരു റോഡ്. അതിങ്ങനെ മെയിൻ റോഡിലേക്ക് പോകുന്നു. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അകത്തേക്കേ ഉള്ളൂ നമ്മുടെ ഇത്. വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വണ്ടി ഇങ്ങനെ അകത്തേക്ക് സെല്ലാറിൽ കൂടെ കൊണ്ടുപോകാനുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്കുണ്ട്. നമ്മളിങ്ങനെ വണ്ടി കയറി വരാം, മേൽക്കൂടെയും കയറി വരാം, ഇതിലേ കൂടെയും നമുക്ക് വണ്ടി അകത്തേക്ക് കയറ്റി ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം വളരെ മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിലൂടെ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെയും വണ്ടി ഇങ്ങനെ, ഇത് നമ്മുടെ ഒരു എൻട്രൻസ് ആണ്. നമ്മുടെ വണ്ടി വഴിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേ കൂടെ വണ്ടി നമുക്ക്
അകത്തേക്ക് കൊണ്ടുവരാനും പുറത്തേക്ക് കൊണ്ടുപോകാനും നമുക്ക് 3 സൈഡിലും റോഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ പള്ളിയുടെ പുറത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലെ റോഡിൽ കൂടെയും നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങാം. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കുള്ള റോഡിൽ കൂടെ പോയി റൈറ്റിലേക്ക് തിരിഞ്ഞാലും നമുക്ക് മെയിൻ റോഡിലോട്ട് ഇറങ്ങാം. ഇതാണ് ഇപ്പോൾ വരെയുള്ള നമ്മളുടെ പള്ളിയുടെ അപ്ഡേറ്റ് വേർഷൻ. മനോഹരമായ രീതിയിൽ ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീരാൻ തക്കവണ്ണമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് അച്ഛ കണ്ടിന്യൂ ചെയ്യാം അച്ഛ. നമുക്ക് ഈ സമയത്ത് ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷിച്ചവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആദ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേര് ഇപ്പോൾ വായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേരുകൾ: ഫെയ്ത്ത് ഡോണി ഫിലിപ്പ്, സൈറസ് എബ്രഹാം, ജോർജ് ടി ചെറിയാൻ, റൂബ എലിസബത്ത് ജേക്കബ്, ജിതിൻ ഡേവിഡ്, മാത്യു വിപിൻ, ലൂക്ക് അലക്സ് എബ്രഹാം, റേച്ചൽ തോമസ്, ഷീജ വർഗീസ്, മേരി ജോർജ് ആൻഡ് ആൻ ഉമൻ. കഴിഞ്ഞ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിച്ചവർ മിസ്സസ് ആൻഡ് മിസ്റ്റർ ജോസഫ് കോശി എ. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പാട്ട് പാടിയതിനു ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികവും ജന്മദിന ആഘോഷിച്ചവരെ ഓർത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകെ കഴിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ദാനങ്ങളുടെ ദാതാവായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരെ ഞങ്ങള് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരായുസ് കൂടെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ചും ജന്മദിനം കൊണ്ടാടിയവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അവരായിരിക്കുന്നിടങ്ങളിൽ അവർ വേല ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങയുടെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ വിവാഹ വാർഷികം ആഘോഷിച്ചവരെയും ഓർക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങാകുന്നുവല്ലോ കൂട്ടിച്ചേർത്ത്. കർത്താവെ, കുടുംബമായിട്ട് ഈ ഹൈദരാബാദ് ദേശത്ത് അങ്ങയുടെ മക്കളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങേക്ക് വേണ്ടി സേവ ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, ദൈവസ്നേഹം പങ്കുവെക്കുവാനായിട്ട് കർത്താവെ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ഒരു പുതുവർഷത്തിലേക്ക് അങ്ങയുടെ മക്കൾ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ സന്തോഷം, സമാധാനം, അനുഗ്രഹങ്ങള് ധാരാളമായി ചൊരിഞ്ഞ് കൃപയാല് നിലനിർത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വരും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. മെയ് മാസത്തിന്റെ ഈ 2ാം ഞായറാഴ്ചയിലേക്ക്
നാം ഓരോരുത്തര് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. ദൈവം നമ്മളെ പരിപാലിച്ചു. ഈ നിമിഷം വരെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിപ്പാനുള്ള വിശ്വാസം, ധൈര്യം, ആരോഗ്യം ഒക്കെ നൽകി നമ്മളോട് കൂടെ ആയിരിക്കുന്നു. ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ മധ്യേ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. ഈ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം നാം കേൾക്കുമ്പോൾ സകലത്തെയും കീഴടക്കിയവനായ, മരണത്തെ ജയിച്ചവനായ യേശു കർത്താവിന്റെ ഈ വാക്കുകൾ നാം ശ്രവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം വിശ്വാസം മൂലം ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നാം അറിയുന്നു. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നുള്ള വചനം നാം മനസ്സിലാക്കുമ്പോൾ നാം ഒന്നിനെ കുറിച്ച് അധൈര്യപ്പെടേണ്ടയോ വിഷമിക്കേണ്ടയോ ആവശ്യമില്ല. ഒന്നിനെ കുറിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകം കഷ്ടതയിൽ കൂടെ, നഷ്ടത്തിന്റെയും നിരാശയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാമും ക്രിസ്തുവിന്റെ മുഖത്തെ ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നുള്ള ആ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് യേശു കർത്താവിന്റെ മുഖത്തെ നാം ദർശിക്കുമ്പോൾ നമുക്ക് ധൈര്യം, സന്തോഷം, ബലം ദൈവം നൽകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയമാകുന്നുവല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കേണ്ട സമയമാകുന്നുവല്ലോ. പ്രത്യേകിച്ചും നമുക്ക് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൈദരാബാദ് പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. തെലങ്കാന സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം നേരിടുന്ന ഈ മഹാമാരി നിന്നൊരുള്ള ദൈവത്തിന്റെ കാരുണ്യമേറിയ ആ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമയത്തിന് സകലതും നന്നായി, സകലതും മനോഹരമാകുവാൻ, സകലത്തെയും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഹെൽത്ത് കെയറിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹെൽത്ത് ഒഫീഷ്യൽസ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, മറ്റു പല രീതി ഈ സമൂഹത്തെ സേവനം ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന അവസ്ഥയിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, സംരക്ഷണം, കരുതല് അവരുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുവല്ലോ, DRDOന്റെ ഒരു പുതിയ വാക്സിനേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റുകൾ ഒക്കെ കഴിഞ്ഞു ഇരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഈ വാക്സിനേഷൻ മൂലം ദൈവം നമുക്ക് വിടുതൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർക്ക് ആശ്വാസം, ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ അഭയം തേടിയിരിക്കുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവിലുള്ളവരെ നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തിയാൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളാൽ അവർക്ക് സൗഖ്യം നൽകട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നമുക്ക് ചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ സമയത്ത് നമ്മളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ആലോചനകൾ ദൈവം നൽകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കാം. ടു ബി an expression of mission. ദൈവം നമുക്ക് നൽകുന്ന ആ ദൗത്യം അത് എന്താണെങ്കിലോ, അത് ഏതൊരു അവസ്ഥയിലാണെങ്കിലോ, ഏത് ഇടത്താണെങ്കിലോ ദൈവത്തിന് വേണ്ടി കർത്താവൻ എന്ന പോലെ ചെയ്യുവാനായിട്ട്, ആ ദൗത്യം നിറവേറ്റുവാൻ ദൈവം ആവശ്യമുള്ള കൃപകള്, അനുഗ്രഹങ്ങള് ദൈവം നമുക്ക് ദാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ഓരോ ദിവസവും ബലപ്പെട്ട് അനേകർക്ക് വേണ്ടി ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്നേഹം നൽകുന്നവരായി നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് പേര് എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആലോചനകൾ ദൈവം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയവും ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് ചേർന്ന് ലിത്താനി പ്രാർത്ഥന ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന പ്രതിവാക്യം നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമലിതന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമ സഭയുടെ മെത്രോപൊളിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തല്ല ഭരണ കർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റേവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തരോടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ഉപയോഗിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കണ്ണുകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രക്കണ്ണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കുന്നതിന് ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിനക്ക് സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടി നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടേണ്ടതിനും നിന്റെ സകല കനകളെ കുറിച്ച് ബോധം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങൾ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന് പ്രജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയമാകുന്നല്ലോ. പതിവ് പോലെ നമ്മുടെ ചർച്ച് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ
ചില നിമിഷങ്ങൾ ഓരോ ഞായറാഴ്ച നമ്മൾ വേർതിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമയത്ത് നമുക്ക് പാട്ടുപാടി ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സിയോൻ യാത്രയതിൽ എന്ന പാട്ട് പാടാൻ മിസ്റ്റർ സുജിത് ആൻഡ് ഫാമിലിയെ ക്ഷണിക്കും. മനമേ ഭയമൊന്നും വേണ്ടിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി, ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ദൈവമായ കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഒരു മനസ്സോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങൾ സഭയായി നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ അപേക്ഷകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ കോവിഡ് മഹാമാരിയുടെ സമയത്തും നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന വൻ കൃപകൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വലിയ നാമ മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും നീ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വീണ്ടും ഈ ഒരു വിശുദ്ധ ദിവസത്തിൽ കർത്താവെ സൂം പ്ലാറ്റ്ഫോമായി കർത്താവെ അല്പസമയം നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവെ സഭയായി കൂടി വരുവാനും അവിടുന്ന് സമയമൊരുക്കിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവ് മുതലപ്പള്ളിയിൽ മിഷണറിയായി വേല ചെയ്യുന്ന ജസ്മാത്യു അച്ഛനെയും കുടുംബത്തെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മകന്റെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവ് സന്തോഷിച്ചതിന്റെ കരങ്ങളിലേക്ക് തരുന്ന കുടുംബമായി കർത്താവ് ദേശത്തായിരിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ കൃപയിലും സാന്നിധ്യത്തിലും അവിടുന്ന് മകനെ പരിതരണം എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാജനങ്ങൾ ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് തിരിക്കുക. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ അഭിലാഷമായ കർത്താവെ, സഭയുടെ സ്വന്തമായ ഒരു സഭയുടെ പണി കർത്താവെ ദൈവകൃപയാൽ ആരംഭിച്ചു. കർത്താവെ, എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് ഓരോ ദിവസവും കർത്താവിന്റെ അത്ഭുതകരത്തില് അത്ഭുതമാവണ്ണം നീ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വഴികളെ നീ തുറന്നു തന്ന് ഇതുവരെ നടത്തിയ വലിയ വൻകൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭയുടെ പണി കർത്താവെ ഒരു തടസ്സവും കൂടാതെ കർത്താവെ
എല്ലാ ശത്രുക്കളുടെ മുന്നിലും ജയത്തോടെ നിന്നുകൊണ്ട് കർത്താവെ ഓരോ ദിവസവും കർത്താവെ അത്ഭുതകരമായി നീ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന അനേകരുണ്ട് കർത്താവെ, അവരെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ സഭാവിശ്വാസികളെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. അവരിലൂടെ കർത്താവെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും കർത്താവെ അവരുടെ മനസ്സോടെ കർത്താവെ അവർ നൽകുന്ന നാളങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ ഞങ്ങളെ ഒരുക്കി കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കർത്താവെ സഭയുടെ ആ കെട്ടുമണിക്കായി ഞങ്ങൾ ഓരോരുത്തരെയും ഒരു മനസ്സോടെ നിർത്തിക്കൊണ്ട് കർത്താവെ ആ വലിയൊരു കർത്താവെ ആ സമൂഹത്തിന് കർത്താവെ ആ ദേശത്തിന് ഒരു വലിയൊരു സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവെ ആ സഭ ആ ആലയം അവിടുന്ന് മനോഹരമായി പണിതുയർത്തുവാൻ ഒരു തടസ്സങ്ങളെയും കൂടാതെ കർത്താവെ സാമ്പത്തികമായ എല്ലാ മുഖാന്തരങ്ങളെയും അവിടുന്ന് സ്വർഗ്ഗത്തിലെ അപ്പൻ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളോട് നീ സംസാരിച്ച് കർത്താവെ ഒരു തടസ്സവും കൂടാതെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്നുകൊണ്ട് കർത്താവെ അവിടെ മനോഹരമായ ഒരു ദേവാലയം അവിടുന്ന് പണിയുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ അവിടെ നടക്കുന്ന കോൺട്രാക്ടേഴ്സിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. സൈച്ചാനെയും കർത്താവ് മനുവിനെയും നിന്റെ കരങ്ങളിലേക്ക് തരിക കർത്താവെ. അതുപോലെ കർത്താവെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഈ വലിയ ആ മഹാമാരിയുടെ നടുവിലും അവരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് അവിടുന്ന് നിന്റെ രക്തക്കോട്ടയിൽ വഹിച്ചുകൊണ്ട് കർത്താവെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ ഒരു വ്യാധിയും തൊടാതെ തന്നെ കർത്താവെ അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. ചുറ്റുമുട്ടുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. കറക്റ്റ് ഡിസിഷനുകൾ ഓരോ സമയത്തും കർത്താവെ ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായി മനോഹരമായ രീതിയിൽ കർത്താവെ ഒരു ആലയം അവിടുന്ന് പണിതെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനകളെ കറക്റ്റ് സമയത്ത് തക്ക സമയത്ത് നീ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. അച്ഛനെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുമ്പോൾ അച്ഛന് നന്മകളെ നീ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അച്ഛനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ സംസാരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവെ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നന്മകളാലും അവിടുന്ന് നിറയ്ക്കണം അവിടുന്ന് കർത്താവെ. പൊന്നപ്പച്ച അവിടുന്ന് ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം ഈ അടുത്ത ദിവസങ്ങളിൽ അവിടുന്ന് പണിത് തീർക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അനേകർ കർത്താവെ ഞങ്ങളെ വിട്ടുപോയവരുടെ കർത്താവെ അഭിലാഷം കർത്താവെ ആഗ്രഹങ്ങൾ കർത്താവെ തലമുറകളുടെ ആഗ്രഹമായി അത് അവിടെ നിലനിൽക്കുവാന് അവിടുന്ന് ഒരു സാക്ഷ്യമുള്ള ഒരു പട്ടണമായി അവിടെ നിലനിൽക്കുവാന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കണം അവിടുന്ന് കർത്താവ് കൂടെ ഇരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്ത ഇവരും ഒറ്റ വാക്കില് നന്ദി അറിയിക്കുന്നു. വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരുമുള്ള ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും CSI തെലങ്കാന മിഷനെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം നൽകിയ ബഹുമാനമുള്ള TT സന്തോഷ് അച്ഛനോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ക്ലോസിംഗ് ഹിമ്മിന് വേണ്ടി ഹിം നമ്പർ 253 നമുക്ക് ഈ സമയത്ത് ചേർന്ന് പാടാം. കീർത്തനം 253, ഹിം നമ്പർ 253. ഹലോ. ബലഹീനനായ എന്നെ നാടോതീതാ
ക്ലോസിംഗ് പ്രയറിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, കൺകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരു പ്രഭാതം കാണുവാനും അങ്ങയുടെ സന്നിധിയിൽ ഈ ഞായറാഴ്ച ദിവസം ഒന്ന് ആരാധിപ്പാനും പ്രാർത്ഥിക്കുവാനും അങ്ങേ സ്തുതി സ്തോത്രങ്ങൾ പാടി ആലപിച്ച് അങ്ങേ ആരാധിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ സാവകാശത്തിനും ഈ സമയത്തിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അങ്ങ് മതിയായവനായിരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഈ നിമിഷം വരെ ഞങ്ങള് ജീവനുള്ളവരുടെ ദേശത്തായി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനായിട്ട്, സേവ ചെയ്യുവാനായിട്ട്, മിഷൻ ചെയ്യുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലുള്ള ബലഹീനരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ക്ഷീണിതയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അഭയം തേടിയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരങ്ങൾ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ബലം നൽകി ആശീർവദിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങ് നിറച്ച് അങ്ങ് സമാധാനം നൽകിയ കർത്താവെ, ആ മഹാസംഭവം ഞങ്ങൾ ഈ സമയത്തും ഓർക്കുന്നു. കർത്താവെ, ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ സമാധാനം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഒരു പുതുവാഴ്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധ നന്മകളാൽ നിറച്ചാട്ട്, പ്രത്യേകിച്ചും കർത്താവെ ചർച്ചിന്റെ ആവശ്യങ്ങൾ, പണിക്ക് നടത്തപ്പെടുന്ന ഈ സമയമില്ല കർത്താവെ, എല്ലാ ആവശ്യങ്ങളും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയ മക്കളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദൂതഗണങ്ങളാൽ അങ്ങയുടെ മക്കളെ സംരക്ഷിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആലോചനക്കാരനായി അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ടി സന്തോഷച്ചനും കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താല്, അങ്ങയുടെ സംരക്ഷണത്താൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഓരോ ദിവസം കോവിഡ് മൂലം കർത്താവെ കഷ്ടത അനുഭവിക്കുമ്പോഴും ഓരോ ദിവസവും കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും കർത്താവെ, നാളെ എന്തായി തീരുമെന്ന് അറിയാത്ത ഈ അവസ്ഥയിൽ പോലും ദൈവമേ അങ്ങയുടെ സമാധാനമായി അനുഭവിപ്പാനും കർത്താവെ അങ്ങയുടെ സമാധാനം ഓരോ നിമിഷം അനുഭവിച്ച് മറ്റുള്ളവർക്ക് ഈ സമാധാനം നൽകുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ലോകമെമ്പാടും പലയിടങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ മക്കളെ അങ്ങ് നിറച്ച് കർത്താവെ കൃപകൾ നൽകി അനുഗ്രഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനായിട്ട് അങ്ങയുടെ മക്കളെ ശക്തരാക്കണമേ. ഈ ഓൺലൈൻ സർവീസിന് നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയ മക്കൾക്കായി സ്തോത്രം. കർത്താവിന്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന അങ്ങയുടെ പ്രിയ മകനായി സ്തോത്രം. കർത്താവെ, പാട്ടുകൾ ആലപിച്ച് അങ്ങയുടെ പ്രിയ മക്കൾക്കായി സ്തോത്രം. വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി അങ്ങയുടെ പ്രിയ മക്കൾക്കായി സ്തോത്രം. പ്രാർത്ഥനയിൽ കർത്താവ് തിരുക്കരങ്ങൾ അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, പരിപാലിച്ചാട്ട്, എല്ലാവിധ നന്മകളാൽ അങ്ങയുടെ മക്കളെ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. बोलो